നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്. ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വേഴ്സറ്റൈൽ ജ്വല്ലറി. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ പാതയുടെ തകർച്ചയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. വലിയ അഴിമതിയാണ് റോഡിന്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നതെന്നും റോഡിന്റെ വിഷയത്തിൽ മന്ത്രി MP രാജേഷ് നിലപാട് വ്യക്തമാക്കണമെന്നും VT ബൽറാം ആവശ്യപ്പെട്ടു. മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ പാതയുടെ പടിഞ്ഞാറെ കൊടുമുണ്ട ഭാഗത്താണ് വലിയ തകർച്ച രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിന്റെ ഒരു വശം 100 മീറ്ററിലധികം വിണ്ടുകീറിയ നിലയിലാണ്. ഈ ഭാഗത്തിലൂടെയുള്ള ഗതാഗതം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. റോഡ് തകർച്ച KPCC വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ VT ബൽറാം സന്ദർശിച്ചു. വലിയ അഴിമതിയാണ് ഈ പാതയുടെ നവീകരണത്തിൽ നടത്തിയിരിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും VT ബൽറാം ആവശ്യപ്പെട്ടു. റോഡിന്റെ വിഷയത്തിൽ മന്ത്രി MP രാജേഷ് നിലപാട് വ്യക്തമാക്കണമെന്നും VT ബൽറാം ആവശ്യപ്പെട്ടു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് പൊന്നാനിയിൽ ഇരുന്നു കൊണ്ട് ഇതിന് 1 കോടി രൂപയുടെ ഭരണാനുമതി നൽകുന്നത്. അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകാൻ കഴിയുന്ന പരമാവധി തുകയുടെ ഭരണാനുമതി എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. അങ്ങനെ 1 കോടി രൂപയുടെ ഒരു അനുമതി നൽകി അതിൽ ടെൻഡർ ചെയ്ത് ഒരു കരാറുകാരനെ ഏൽപ്പിക്കുകയും പിന്നീട് അതേ കരാറുകാരന് തന്നെ യാതൊരു ടെൻഡറുമില്ലാതെ വീണ്ടും 1 കോടി രൂപയുടെ തന്നെ വർക്ക് വാട്ടർ അതോറിറ്റി ഇവിടെ പൈപ്പ് ലൈൻ കീറുന്നതിന് വേണ്ടി അതിന്റെ റെസ്റ്റോറേഷന് വേണ്ടി നൽകിയ തുക എന്ന രീതിയിൽ ഇതേ റോഡിന് വേണ്ടി വീണ്ടും അനുവദിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ 1.5 കോടി രൂപ വാട്ടർ അതോറിറ്റി ഈ നിലയിൽ ഇതിന്റെ റെസ്റ്റോറേഷന് വേണ്ടി നേരത്തെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കൈമാറിയിരുന്നു. അത് മറച്ചു വെച്ചുകൊണ്ടാണ് തീരദേശ പരിപാലന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയുടെ ഫണ്ട് ഇതിനു വേണ്ടി അനുവദിച്ചത്. അപ്പോൾ തന്നെ ഇതിന്റെ ഒരു ദുരൂഹത തുടങ്ങുകയാണ്. എന്തിനാണ് ടെൻഡർ ഇല്ലാതെ ഈ നിലയിൽ വീണ്ടും 1 കോടി രൂപ ഇതിന് നൽകിയത് എന്നുള്ളത്. അതിന്റെ ഗുണനിലവാരം എന്ന് പറയുന്നത് നിർമ്മാണ പ്രവർത്തനത്തിന്റെ തുടക്കം തൊട്ട് തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾ പലതവണ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ആവശ്യത്തിന് GSBയും വെറ്റ്മിക്സും ഒന്നും ഇല്ലാതെയാണ്, ആവശ്യത്തിനുള്ള കനത്തില് അത് ഇടാതെയാണ് ഈ പണി നടക്കുന്നത്. ഇത് റോഡിന്റെ തകർച്ചയ്ക്ക് ഇടവരുത്തും, ഗുണനിലവാരം കുറഞ്ഞ പണിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിന്റെ സൂപ്പർവൈസിംഗിന് വേണ്ടി വന്ന ഉദ്യോഗസ്ഥന്മാരടക്കം പറഞ്ഞതായിട്ട് ഇവർ നാട്ടുകാർ പറയുന്നത് അതിന് ഫണ്ട് കുറവാണ്, അതുകൊണ്ട് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ്. നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ അപാകതകൾ ചൂണ്ടിക്കാണിച്ചതാണ്. എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രവൃത്തികൾ ഇവിടെ നടപ്പാക്കിയിട്ടില്ല. ടെൻഡർ ഇല്ലാതെയാണ് 1 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് അനുമതി നൽകിയത്. ഇതിലൂടെ വലിയ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്നും VT ബൽറാം കുറ്റപ്പെടുത്തി. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൽ വന്നിട്ടുള്ള പാകപ്പിഴകളെക്കുറിച്ചും അതിന്റെ അഴിമതിയെക്കുറിച്ചും സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കോൺഗ്രസിന്റെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരടക്കം ഇതും ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിനെ സമീപിക്കുകയും മറ്റ് നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. ജനങ്ങളുടെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അത് കേട്ടുകൊണ്ടാണ് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വിവിധ മാധ്യമങ്ങളും ഇത് നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടും ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കാനോ ഇതിനെക്കുറിച്ച് ഒരു നടപടിയും സ്വീകരിക്കാനോ മന്ത്രി MP രാജേഷും സർക്കാർ സംവിധാനങ്ങളും തയ്യാറാവാത്തതിന്റെ പുറകിൽ ദുരൂഹതയുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ കരാറുകാരന് പണം നൽകിയത് ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ മന്ത്രി രാജേഷ് തയ്യാറാവണം. ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിസാർ, PV മുഹമ്മദ് അലി ചെമ്പുലങ്ങാട് ഉൾപ്പെടെയുള്ള നേതാക്കളും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു.